ഹരേ കൃഷ്ണ. നമ്മളിവിടെ വർക്കല ജനാർദ്ദന സ്വാമിയുടെ തിരുമുറ്റത്താണ്. ഇത് ഇസ്കോണിന്റെ ഒരു പ്ലോട്ടാണ്. ഇവിടെ നിന്ന് 2 മതിൽ വലതുവശം ജനാർദ്ദന സ്വാമി ക്ഷേത്രവും 50 മീറ്റർ ഇടതുവശത്തില് സമുദ്രവും ബീച്ചും ആണ്. അതിമനോഹരമായ ഒരു സ്ഥലമാണ് വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം, അല്ലെങ്കിൽ ഈ വർക്കല ഭൂമി പരിഭാവനമായ ദിവ്യ സ്ഥലമാണ്. ബ്രഹ്മാവ് 33 കോടി ദേവീ ദേവഗണങ്ങളോട് മഹായാഗം നടത്തിയ ഒരു സ്ഥലമാണ് വർക്കല. ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ, മധ്വാചാര്യ, ചൈതന്യ മഹാപ്രഭു, പിന്നെ നിത്യാനന്ദ പ്രഭു, ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ എന്ന് മഹാവൈഷ്ണവരും ആചാര്യന്മാരും അവതാര പുരുഷന്മാരും സന്ദർശിച്ചിട്ടുള്ള സ്ഥലമാണ്. മാത്രമല്ല നാരദനും 33 കോടി ദേവി ദേവഗണങ്ങളും ഇവിടെ വന്നിട്ട് സത്രങ്ങളും യാഗങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭു 6 കൊല്ലം ദക്ഷിണേന്ത്യ പര്യടനം നടത്തി. എല്ലാ സ്ഥലത്തും അദ്ദേഹം നാമസങ്കീർത്തനവും രാധാകൃഷ്ണ ഭക്തിയും സ്ഥാപിക്കുകയുണ്ടായി. 500 വർഷങ്ങൾക്ക് മുമ്പ് വർക്കലയിൽ വന്നപ്പോൾ അന്ന് കാലത്ത് ഇവിടെ ബ്രാഹ്മണ പണ്ഡിതന്മാർ നിറഞ്ഞിരുന്ന ഒരു സ്ഥലമായിരുന്നു. 3 ദിവസം ഇവിടെ നാമസങ്കീർത്തനം ചെയ്ത് സിദ്ധാന്ത ചർച്ചകൾ നടത്തി ഇവിടെ ചൈതന്യ മഹാപ്രഭു നാമസങ്കീർത്തനം സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് ആചാര്യ പരമ്പരയിൽ പ്രസക്തനായ ഒരു ആചാര്യൻ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് എവിടെയെല്ലാം ചൈതന്യ മഹാപ്രഭു യാത്ര ചെയ്തോ അവിടെയെല്ലാം മഹാപ്രഭുയുടെ പാദം സ്ഥാപിക്കണം എന്ന ഒരു ആഗ്രഹം. ആ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ദ്വാരകയിലും ജഗന്നാഥ്പുരിയിലും ശ്രീരംഗത്തും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് വഴിമൊഴിഞ്ഞ് പരമപൂജ്യ ജയപതാക സ്വാമി മഹാരാജ് അവരുടെ ആഗ്രഹം ഇനിയുമുള്ള ക്ഷേത്രങ്ങളിൽ മഹാപ്രഭുയുടെ പാദം സ്ഥാപിക്കണം എന്നാണ്. തിരുവനന്തപുരത്ത് അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തില് 1999 ചൈതന്യ മഹാപ്രഭുയുടെ പാദം സ്ഥാപിച്ചു. കഴിഞ്ഞ കൊല്ലം ആദികേശവ തിരുവട്ടാർ ക്ഷേത്രത്തിലും പാദം സ്ഥാപിച്ചിട്ടുണ്ട്. ഇക്കൊല്ലം ഇവിടെ ഒരു സുന്ദരമായ പാദമന്ദിരം വരുന്ന 1000 ഭക്തജനങ്ങൾക്ക് നാമസങ്കീർത്തനം ചെയ്യാനും നാമജപത്തിൽ പങ്കെടുക്കാനും മഹാപ്രഭുവിനെ കുറിച്ച് അറിയാനും ഒക്കെ വേണ്ടി ഒരു ശ്രീപാദ മന്ദിരം, ഒരു കേന്ദ്രം ഇവിടെ നമ്മൾ പണിയാൻ പോകുന്നു. ഇന്ന് അതിന്റെ ഭൂമി പൂജയാണ് നടന്നത്. 1 കൊല്ലത്തിനകം ചെയ്യണം എന്നാണ് ഭക്തന്മാരുടെ ആഗ്രഹം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും സഹകരണം ഉണ്ടാകണം എന്ന് വിനീതമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഹരേ കൃഷ്ണ.